Good afternoon. Good afternoon, ma'am. Okay, good afternoon. എല്ലാവരും ഒരു വലിയൊരു ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പോലെ എന്തായിരുന്നു സീരിയലായിരുന്നോ വിഷയം? ഓക്കെ, തുടങ്ങാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സുഖേന നന്നായിട്ടിരിക്കുന്നു കേട്ടോ. തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ഏതായിരുന്നു അത്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അല്ലെ. ഒരു എത്തിക്കൽ ആസ്പെക്റ്റുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഏതൊരു പ്രൊഫഷനെ സംബന്ധിച്ചും ഇതൊരു ജോലി ആയിക്കോട്ടെ അല്ലെ, അതിൻ്റെതായ എത്തിക്കൽ ആസ്പെക്റ്റുകൾ ഉണ്ട് അല്ലെ, ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിരുന്നു എന്താണ് എത്തിക്സ് അല്ലെ. അത് തന്നെയാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, പെരുമാറ്റച്ചട്ടങ്ങള് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. എന്തായിരുന്നു അത്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു പ്രൊഫഷൻ എന്താണ് ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കാനായിട്ട് അല്ലെ, തരം താഴ്ത്തി കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെന്താണ് പ്രൊഫഷണലുകൾ അല്ലെ, ആ ഒരു മെഡിക്കൽ പ്രൊഫഷന്റെ അംഗങ്ങള് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു കോഡ് ഓഫ് ബിഹേവിയർ അല്ലെ, അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. പിന്നെ വേറൊരു ഡെഫിനേഷൻ നമ്മൾ എന്താണ് പഠിച്ചത്? എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ, അതായത് ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് എത്തിക്സ്. അതൊരു വേറൊരു ഡെഫിനേഷൻ ആയിരുന്നു. പിന്നെ മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി അല്ലെ. അതായത് സമൂഹത്തിനും വ്യക്തികൾക്കും സമൂഹത്തിന്റെയും നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ധാർമ്മിക തത്വശാസ്ത്രം അല്ലെ, മോറൽ ഫിലോസഫി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. അത് വേറൊരു തരത്തിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് വളരെ എന്താണ് വൈഡ് ആണ് അല്ലെ. ആ ഒരു ആശയം, എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു ആശയം വളരെയധികം വലുതാണ്. കാര്യം എന്താണ്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അഭികാമ്യമായിട്ടുള്ളത് എന്ന് അവിടുത്തെ ജീവനക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ എത്തിക്സ്. ആ ഒരു എത്തിക്സ് പ്രകാരമാണ് അവിടുത്തെ ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. ആ ഒരു എത്തിക്സ് വിട്ട് അവർക്ക് ഒരിക്കലും പ്രവർത്തിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്. അതും എന്ത് തന്നെയാണ്? എത്തിക്സ് തന്നെയാണ് അല്ലെ. അതായത് ഓരോ പ്രത്യേക സാഹചര്യത്തിലും ആളുകൾ എങ്ങനെ പെരുമാറണം അല്ലെ എന്നതിനെ പറ്റി മെൻഷൻ ചെയ്യുന്നതാണിത് കോഡ് ഓഫ് കണ്ടക്ട്. അത് തന്നെയാണ് ഒരു തരത്തിലെന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇത്രയും ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയുക, ക്ലാസ്സിൽ അപ്പൊ തന്നെ പറയണം. നമുക്കറിയില്ല, പ്രത്യേകിച്ച് നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിലപ്പോ ചിലർക്ക് പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷെ ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അവർക്ക് വേണ്ടി എന്തായാലും പറയും. ഓക്കെ, കാര്യം അല്ലാണ്ട് നമുക്ക് റെസ്പോൺസ് ഇല്ലാണ്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു പോവുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ പറയണം കേട്ടോ. ശരി, ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോസഫി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു തത്വശാസ്ത്രമാണ് അല്ലെ. ഫിലോസഫി എന്ന് പറഞ്ഞാല് തത്വശാസ്ത്രമാണ് കേട്ടോ. ഓക്കെ, ധാർമ്മിക തത്വശാസ്ത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ലീഗൽ ആസ്പെക്ട്. അപ്പൊ നമ്മള് എന്താണ് എത്തിക്കൽ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഗൽ ആസ്പെക്റ്റുകളാണ് കേട്ടോ. അതായത് നിയമപരമായിട്ടുള്ള വശങ്ങൾ. എന്തിനാണ് നമ്മുടെ നിയമപരമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഇപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രൊഫഷണലുകള് വളരെ എന്താണ് ക്വാളിറ്റി കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വിവേചനം നടത്താനായിട്ട് പാടില്ല അല്ലെ. ക്വാളിറ്റി കെയർ കൊടുക്കാനും അതുപോലെ പല റിസ്കുകൾ കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ
നിയമപരമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, അതൊരു ഹോസ്പിറ്റൽ മാത്രമല്ല മനസ്സിലാക്കുന്നത്, പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ നിയമപരമായിട്ടുള്ള പല വശങ്ങളും മനസ്സിലാക്കണം അല്ലെ. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിലോ പരിചരണത്തിലോ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നിയമപരമായിട്ടുള്ള വശങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊരു നിയമലംഘനമാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം? ലീഗൽ ആസ്പെക്ട് മനസ്സിലാക്കിയാലല്ലേ നമുക്കത് സാധിക്കുള്ളൂ. അത് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്വാളിറ്റി കെയർ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഒരിക്കലും ഒരു പേഷ്യൻസിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ചുറ്റുപാടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ മറ്റെന്തെങ്കിലും ഒരു റിലീജിയന്റെ ബേസിലോ കമ്മ്യൂണിറ്റിയുടെ ബേസിലോ ഒന്നും ഒരു തരത്തിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? വിവേചനം നടത്താനായിട്ട് പാടില്ല അല്ലെ. ആ രീതിയിൽ വേണം, എല്ലാവർക്കും തുല്യമാവുന്ന രീതിയിൽ വേണം അവർക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റുകളും മറ്റുള്ള പരിചരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാവുന്ന റിസ്കുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ ഹോസ്പിറ്റലുകാരും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ലീഗൽ ആസ്പെക്റ്റില് നമുക്ക് എന്താണ് ലോ അല്ലെ, നിയമം എന്നാൽ എന്താണ്? അതിനായിട്ട് 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിയമം, ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനായിട്ട് ഒരു 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ എന്താണ്? ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. എന്താണ് പറയുന്നത്? ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ അല്ലെ. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങൾ അല്ലെ, ഒരു സെറ്റ് ഓഫ് റൂൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്കറിയാം അല്ലെ, നമ്മൾ ഈ ഓരോ പൗരന്മാരും നമ്മുടെ ഇന്ത്യയിലൊരു നമ്മളൊരു എല്ലാവർക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിയമ സംഹിതയ്ക്കുള്ളിലാണ് നമ്മൾ ഓരോ പൗരന്മാരും. ആ ഒരു നിയമത്തിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ പൗരന്മാരും ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ, ആ ഒരു നിയമത്തിന് വിധേയമായിട്ടല്ലേ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇവിടെ. അപ്പൊ അത് തന്നെയാണ് ലോ എന്ന് പറയുന്നത് അല്ലെ. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ സെറ്റ് ഓഫ് റൂൾസ്, ഇതിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. അത് ഒരു ഡെഫിനിഷൻ. ഓക്കെ, രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. എന്താണ് പറയുന്നത്? ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ് അല്ലെ. ഭരണകൂടം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കൂട്ടം അവകാശങ്ങളുടെയും കടമകളുടെയും സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ലോ അല്ലെ, നിയമം എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മേലെ കുറെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് അല്ലെ, കടമകളും അവകാശങ്ങളും നമ്മുടെ മേല് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ എന്ന് പറയുന്നത്. അത് വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? നമ്മുടെ ഭരണകൂടം നമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെ, നമ്മള് അടിച്ചേൽപ്പിക്കുന്ന ഒരു കൂട്ടം അവകാശങ്ങളുടെയും കടമകൾ അല്ലെ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടമകൾ അല്ലെ. അതിന്റെ ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓരോ ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ എന്താ പറയുന്നത്? ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് നമ്മുടെ ഭരണകൂടവും പിന്നെന്താണ് നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെ ഇതിന് ക്വസ്റ്റ്യൻസ് വരാം? 3 രീതിയിൽ ചോദിക്കാം. അത് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. ഡാഷ് മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. ഇതാണ് ഉത്തരം, ലോ ആണ് അല്ലെ. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. എന്താണ് ഉത്തരം? ലോ ആണ് അല്ലെ. പിന്നെ നമുക്ക് എന്ത് പറയാം? ഡാഷ് ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് recognized by the state and the administration of justice അല്ലെ. ഈ പറയുന്ന ഭരണകൂടവും നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങൾ, അതിനെ നമുക്ക് എന്ത് പറയാം? ലോ എന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ 3 ഡെഫിനിഷൻസ് ഓക്കെ അല്ലേ? ഇത് 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നോക്കാം. Courts or police may impose this system of rules and punish people who violate the laws, such as by paying a fine or other penalty including jail. അല്ലെ, നമുക്കറിയാം അല്ലെ, കോർട്ടും പോലീസും. നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ ഏജന്റുമാർ ആരൊക്കെയാണ്?
പോലീസും കോടതിയാണ് അല്ലെ. അവരല്ലേ നമ്മുടെ നാട്ടിൽ നീതി നിർവഹണം എന്താണ് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരാണ്? പോലീസും കോടതികളുമാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന റൂൾസുകളെല്ലാം തന്നെ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് നമ്മുടെ കോടതികളും പോലീസുമാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ആളുകൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിയമം വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അത് പനിഷ് ചെയ്യപ്പെടും അല്ലെ. അങ്ങനെ നമുക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പിഴ ഈടാക്കേണ്ടതായിട്ട് വരും. ഇതിന് പറയണം ജയിൽ ശിക്ഷ വരെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. ശരിയല്ലേ? അപ്പൊ കൃത്യമായിട്ട് ലീഗൽ ആസ്പെക്റ്റിൽ എന്താ നമ്മൾ പറഞ്ഞ ലോ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ ആ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറയുന്ന എത്തിക്കൽ ആസ്പെക്ടുകളും ലീഗൽ ആസ്പെക്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു ഹോസ്പിറ്റലിന് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് obliged to have a clear understanding of ethical and legal responsibilities. ഇത് നമ്മുടെ പ്രൊഫഷനിലോട്ട് വരാം. നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പോ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ വശങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. കാര്യം എന്താണ് നോക്കിക്കേ. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പോളിസീസ് for keeping a safe hospital, physical facilities and services, and must ensure building conforms to the regional bylaws, safety regulations, sanitation arrangements. അതാണ് പറയുന്നത്. നമുക്കറിയാം ഒരു നല്ലൊരു ഹോസ്പിറ്റല്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെ. എന്നുവെച്ചാൽ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു നല്ല ഹോസ്പിറ്റൽ, അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റി ഒക്കെ ഉള്ളത് അല്ലെ, അത്യാവശ്യം നല്ല ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു നല്ല ഹോസ്പിറ്റൽ അല്ലെ. അത് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നയങ്ങളും രൂപീകരിക്കുന്നത് ആരാണ്? അവിടുത്തെ മാനേജ്മെന്റ് ആണ് അല്ലെ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ മാനേജ്മെന്റ് ആണ് ഒരു നല്ല ഹോസ്പിറ്റലും നല്ല സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേഫ് ഹോസ്പിറ്റലിന് വേണ്ട എല്ലാവിധ നയങ്ങളും രൂപപ്പെടുത്തുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ മാനേജ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. അത് മാത്രമല്ല, they must ensure the building conforms to the regional bylaws, safety regulations and sanitation arrangements അല്ലെ. പിന്നെന്താണ്? അവിടുത്തെ ഓരോ ഹോസ്പിറ്റലുകളും ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള നിയമങ്ങള്, ചട്ടങ്ങള്, നിയന്ത്രണങ്ങള്, അതുപോലെ ശുചിത്വ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അവിടുത്തെ മാനേജ്മെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ പ്രാദേശികമായിട്ട് ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ എന്താണ് പ്രാദേശികമായിട്ട് ചില നിയമങ്ങളുണ്ട്. അതിന് വിധേയമായിക്കൊണ്ട് വേണം അവിടുത്തെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്കൊരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് ധാരാളം ബയോമെഡിക്കൽ വേസ്റ്റുകള് മറ്റുള്ളതൊക്കെ വരും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു പ്രദേശവാസികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ എൻവിയോൺമെന്റിനോ ഒരിക്കലും ഒരു നാശം ഉണ്ടാകുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അപ്പൊ കൃത്യമായിട്ട് കുറെ പ്രാദേശിക നിയമങ്ങൾ ഉണ്ടായിരിക്കും, നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, ചട്ടങ്ങൾ ഉണ്ടായിരിക്കും, ശുചിത്വ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ അനുകൂലമായിട്ട് അതിന് വിധേയമായിട്ട് വേണം അവിടെ ഓരോ ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കേണ്ടത്. അത് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഒരു മാനേജ്മെന്റിന് അതൊക്കെ അറിയണമെങ്കിൽ അവർ എന്തറിഞ്ഞിരിക്കണം? ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റികൾ അറിഞ്ഞിരിക്കണം അല്ലെ. അത് അറിഞ്ഞുകൊണ്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹോസ്പിറ്റലിലെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും അല്ലെ. ചിലപ്പോൾ അവർക്ക് ലൈസൻസിന്റെ പ്രശ്നങ്ങൾ വരാം. അതിനാൽ ഹോസ്പിറ്റലിൽ അവിടെ പ്രവർത്തിക്കാൻ തന്നെ സാധിക്കാതെ വരും. കൃത്യമായിട്ട് നിയമവിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? Hospitals being an inevitable part of the social system are ബൈലോസ് എന്ന് പറഞ്ഞ നിയമങ്ങളാണ് കേട്ടോ. ബൈലോസ് എന്ന് പറഞ്ഞ സാധാരണ നമ്മുടെ നിയമങ്ങൾ തന്നെയാണ് കേട്ടോ. പ്രാദേശികമായിട്ടൂടെ പറയുന്ന റീജിയണൽ ബൈലോസ്, അതായത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നിയമം കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കുക. ഹോസ്പിറ്റൽസ് ബീയിങ് an inevitable part of the social, നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കുക. ഹോസ്പിറ്റൽസ് ബീയിങ് an inevitable part of the social system are subject to all laws of the land. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ നിയമങ്ങൾക്കും വിധേയമായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഹോസ്പിറ്റൽസ് ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഗ്യാസസ്, കെമിക്കൽസ്, മെഷീനറി, സ്റ്റീം ഡാമേജസ് ഫ്രം ദ സ്ലിപ്പറി ഫ്ലോസ് എക്സെട്ര.
പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ എപ്പോഴും എന്തായിരിക്കണം, വളരെ സേഫ് ആയിരിക്കണം. നമ്മൾ പേഷ്യന്റിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഈ പറയുന്ന എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ ഈ എന്താ പറയാ ഇൻഫ്ലമേറ്ററി ഗ്യാസുകൾ അല്ലെ, പെട്ടെന്ന് തീ പിടിക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽസ്, സ്റ്റീം ഡാമേജസ്, സ്ലിപ്പറി ഫ്ലോസ്, അതിൽ നിന്നൊക്കെ വളരെ സുരക്ഷിതമായിരിക്കണം. എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അവിടുത്തെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാന്നുള്ളത് അല്ലെ. കാര്യം ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പേഷ്യൻസിന് ഒരു കാരണവശാൽ അവിടെ വെച്ച് അപകടങ്ങളൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ടുകളെ പറ്റി ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ധാർമ്മികമായിട്ടുള്ള വശങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട്. നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്താണ് ലോ എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ നീതി നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് പോലീസും കോടതികളൊക്കെയാണ് അല്ലെ. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് അവരുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത പോർഷനിലോട്ട് പോവാട്ടോ നമുക്ക്. നെക്സ്റ്റ് ആണ്, why it is necessary for hospitals and medical administrators to be aware of ethical and legal aspect of hospital administration. ഇനി അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ എത്തിക്കൽ ആസ്പെക്ടുകൾ പറയുന്നുണ്ട്, ലീഗൽ ആസ്പെക്ടുകൾ പറയുന്നുണ്ട്, കുറെ നിയമങ്ങളൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ വശങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ ദാറ്റ്? എന്താണ് ഇതിന്റെ നെസസിറ്റി? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ വശങ്ങൾ മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ് കേട്ടോ. നെസസിറ്റി എന്താണ്? പല കാരണങ്ങളുണ്ട്. അപ്പൊ കുറച്ച് കാരണങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. എന്താണ്? ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെ. ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കൊണ്ട്. എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്? പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് മെഡിക്കോ MLC എന്നാണ് നമ്മൾ പറയുന്നത്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസ്. അത് തന്നെ ജസ്റ്റ് MLC കേട്ടോ. MLC എന്നാണ് നമ്മൾ അതിനെ ചുരുക്കി പറയുന്നത്. നമുക്ക് പോലീസ് അന്വേഷണം, പോലീസ് കോടതിയുടെ അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി അധികം എന്താണ് MLC കേസുകളാണ്, ആക്സിഡന്റ് കേസുകൾ അല്ലെ. നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസിൽ ആക്സിഡന്റ് മാത്രമല്ല, സൂയിസൈഡുകള്, പിന്നെ ഈ പറയുന്ന കൊലപാതകങ്ങള് അല്ലെ, സെക്ഷൽ അസാൾട്ടുകള്, ഇതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് കേട്ടോ. നിയമപരമായിട്ട് അന്വേഷണം ആവശ്യമുള്ള മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത് കേട്ടോ. അത്തരം കേസുകളുടെ എണ്ണം എന്താണ്? വർദ്ധിച്ചു വരിക അല്ലെ. വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ അതേ സ്വൽപ്പത്തിൽ കറക്റ്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ക്രൈമുകളൊക്കെ വർദ്ധിച്ചു വരികയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാരണം അതാണ് കേട്ടോ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസുകൾ കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കൊണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ് കേട്ടോ. അതായത് നമ്മുടെ സിവിൽ ക്രിമിനൽ, അതായത് സിവിൽ നിയമങ്ങള്, അതുപോലെ ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ് അല്ലെ, നിയമ നടപടിക്രമങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എന്ന് വെച്ചാൽ അധികം നിയമ ലംഘനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൃത്യമായിട്ടുള്ള ലീഗൽ ആസ്പെക്ടുകൾ എന്താണ് പാലിച്ചുകൊണ്ട് വേണം പേഷ്യൻസിന് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ. കാരണം എന്തെങ്കിലും നിയമലംഘനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അവർക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ചില നിയമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? അല്ലെങ്കിൽ പോലീസ് ഇല്ല, കോടതി ഇല്ല, കൃത്യമായിട്ട് നിയമങ്ങൾ ഇല്ലാതെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ അർത്ഥം മതി ഈ പറയുന്ന സിവിൽ ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട്, എന്നുവെച്ചാൽ നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നിയമം ഉണ്ടെങ്കിലാണ് അതിനോടൊരു ഭയം ഉണ്ടാവുള്ളൂ. എന്നാലാണ് ആൾക്കാർ പല ക്രൈമുകളൊക്കെ ചെയ്യുന്നത് കുറയുള്ളൂ അല്ലെ. ആ രീതിയിൽ സിവിൽ ക്രിമിനൽ നടപടിക്രമങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന ലീഗൽ ആസ്പെക്ടുകൾ, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? എൻഷുവർ
ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അതായത് നമ്മുടെ മെഡിക്കൽ പരിചരണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനായിട്ട് അല്ലെ, ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം അതും എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ പേരിൽ ഒരു വിവേചനം നടത്താനായിട്ട് പാടില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിവേചനം നടക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് തന്നെ എന്ത് ചെയ്യാം, അതിനെതിരെ പ്രതികരിക്കാം. അപ്പൊ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ലീഗൽ വശങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം അല്ലെ. അതാണ് പറയുന്നത് എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ, പരിചരണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്. പിന്നെന്താണ് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ഇൻ ഇന്ത്യ lawyers are very little trained as yet and exposure in the complex issues associated with the medical cases. അത് ഒരു സത്യമാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പല കോംപ്ലക്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം തുറന്നു കാട്ടാനായിട്ട് എക്സ്പോഷർ ചെയ്യാനും അതിന് രീതിയിൽ പരിഹാരം കാണുന്നതിനൊക്കെ ആയിട്ട് വളരെ ട്രെയിനഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള അഭിഭാഷകരുടെ എണ്ണം ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. ശരിയാണത്, കുറവാണ് കേട്ടോ. കാരണം ഇത്തരം മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പല ഇഷ്യൂസുകളും നമ്മൾ കാണുന്നുണ്ട്, വാർത്തയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എക്സ്പോഷർ ചെയ്ത് കാണിക്കാനും അതിന് പരിഹരിക്കാനൊക്കെ വളരെ ട്രെയിനഡ് ആയിട്ടുള്ള ലോയേഴ്സുകൾ വളരെയധികം ഇന്ത്യയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഓരോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ മറ്റ് സ്റ്റാഫുകൾ ആയിക്കോട്ടെ എല്ലാവരും ഈ പറയുന്ന ലീഗൽ ആസ്പെക്ടുകൾ അവരും അറിഞ്ഞിരിക്കണം അല്ലെ. അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കാര്യം എല്ലാം നമ്മൾക്കും അറിയണം, സാധാരണക്കാരായി നമ്മളും കുറച്ചൊക്കെ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് to do the right things and protect themselves from the silly litigation. അതാണ് പറയുന്നത്, it helps the medical professionals to do the right things and protect themselves from the silly litigation. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ വ്യവഹാരം, പെരുമാറ്റം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. പെരുമാറ്റങ്ങള്, വ്യവഹാരം എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉണ്ടല്ലോ, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, മറ്റു മെഡിക്കൽ അനുബന്ധ ജീവനക്കാരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങള് ശരിയായിട്ട് ചെയ്യാനും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെ. ഇപ്പോ നമ്മുടെ നാട്ടില് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, എന്തെങ്കിലും എന്താ പറയുക ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ചികിത്സയുടെ ഒക്കെ പ്രശ്നം പറഞ്ഞിട്ട് അതിനെന്ത കഴിഞ്ഞ 30 വർഷമല്ലേ ഒരു വന്ദനാദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ ഒരു ഡോക്ടറിനെ കുത്തിക്കൊന്നായിരുന്നു അല്ലെ. നമ്മൾ ആ വാർത്ത കണ്ടതാണ്. അപ്പൊ ഈ പറയുന്ന ഡോക്ടർമാർക്കെതിരെ നഴ്സുമാർക്കെതിരെ ഒക്കെ ആയിട്ട് ആക്രമണങ്ങളൊക്കെ നടക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെ എന്തറിഞ്ഞിരിക്കണം, ഹെൽത്ത് പ്രൊഫഷണൽസ് ഈ പറയുന്ന ലീഗൽ ആസ്പെക്ടുകൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ? ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് അല്ലെ. അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യണം അല്ലെ, നല്ല രീതിയിൽ ചെയ്യാനും അതുപോലെ പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻസ്. അതായത് എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ചില പെരുമാറ്റം അല്ലെങ്കിൽ ചില പബ്ലിക്കിൽ നിന്നൊക്കെ വരുന്ന വല്ല പ്രശ്നങ്ങള് അതിൽ നിന്നൊക്കെ അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ലീഗൽ എത്തിക്കൽ ആസ്പെക്ടുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് ഏതാണ് പോയിന്റ് പറയുന്നത്, 6th പോയിന്റ് എന്താണ്, ഇൻക്രീസിംഗ് അവയർനെസ് എമംഗ് the public about the duties and commitments of medical practitioners as and of hospitals. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെയും മറ്റ് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റ്മെന്റ്സ് അല്ലെ, അവർക്കൊരു എന്താണ് ആളുകളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെ, ഒരു പ്രതിബദ്ധതയുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ജനങ്ങളിൽ ഒരു അവബോധം വളർത്തിയെടുക്കുന്നതിനായിട്ടും എന്താവശ്യമാണ്, ലീഗൽ എത്തിക്കൽ ആസ്പെക്ടുകൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റുകള്? ഓക്കെ ആണോ? അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന ലീഗൽ എത്തിക്കൽ ആസ്പെക്ടുകളൊക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അറിയുന്നതിന്റെ ആവശ്യകത എന്താണെന്നാണ് പറയുന്നത് അല്ലെ. ഒന്നാമത്തെ കാര്യം മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്നത്തെ സാഹചര്യത്തില്, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പരമാവധി ഈ പറയുന്ന സിവിൽ ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അധികം നിയമലംഘനങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലെ, നിയമലംഘനങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അത്തരം നിയമങ്ങൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കൊരു പേടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ.
അപ്പൊ മറ്റു പല പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് സിവിൽ ക്രിമിനൽ നിയമ നടപടിക്രമങ്ങൾ മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു മെഡിക്കൽ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുറന്നു കാട്ടാനും അതിൽ ട്രെയിനഡ് ആയിട്ടുള്ള ലോയേഴ്സുകളുടെ എണ്ണം ഇന്ത്യയിൽ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ലോയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളും കുറെ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ ചെയ്യാനും പിന്നെ മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അവർക്കത് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെയും സേവനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് പബ്ലിക്കിനോടുള്ള കമ്മിറ്റ്മെന്റുകൾ അല്ലെ, അതിനെ പറ്റിയുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ടും എത്തിക്കൽ ലീഗൽ വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റുകളൊക്കെ? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ ആണ്, ശരി. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. എന്താണ് ലാസ്റ്റ് പോയിന്റ്? മനസ്സിലായില്ല. 6th പോയിന്റ് അല്ലെ. 6th പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitments of medical practitioners as and of hospitals. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മെഡിക്കൽ ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവർക്ക് നമ്മളോടുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, നമ്മളോട് പല കമ്മിറ്റ്മെന്റ്സുകളുണ്ട് പേഷ്യൻസിനോട് അല്ലെ. അതിനെ പറ്റിയിട്ട് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് അല്ലെ, ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇന്ന രീതിയിലുള്ള ഒരു സേവനം നമുക്ക് അവിടെ നിന്ന് ലഭിക്കണം. അത് നമ്മുടെ പേഷ്യന്റിന്റെ അവകാശമാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും ഒരു ഡിസ്ക്രിമിനേഷൻ നടത്താതെ തന്നെ നമുക്ക് എല്ലാ പരിചരണങ്ങളും ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫഷണലുകൾ, അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമുക്ക് നൽകണം അല്ലെ. ഒരിക്കലും നമ്മുടെ കാസ്റ്റിന്റെയോ കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായുള്ള ചുറ്റുപാടിനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും ഒരു വിവേചനം ചെയ്യാനായിട്ട് പാടില്ല. അവർക്ക് നമ്മളോട് ചില പ്രതിബദ്ധതകളുണ്ട്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. അതിനെപ്പറ്റി ജനങ്ങളിലും എന്തുണ്ടായിരിക്കണം? ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സേവനം നമുക്ക് ലഭിച്ചു, അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ അറിയണം അല്ലെ, നിയമപരമായിട്ടുള്ള വശങ്ങൾ അറിയണം. എന്നാലാണ് നമുക്ക് അതിന് വേണ്ടി വാദിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസസ് വായിച്ചു നോക്കണം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞത്? നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് where the attending doctor, after taking the history of illness and clinical investigation, considers that investigations by the law enforcing agencies are warranted to find out circumstances and fix the responsibility regarding the same. ഒരു വലിയ സെന്റൻസ് ആണ് അല്ലെ. ഇത്രയും വലിയ സെന്റൻസ് വേണോ നമുക്ക്? ഒന്നുമില്ല. എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് ഇസ് ദ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് അല്ലെ. ഒരു അസുഖമാവാം അല്ലെങ്കിൽ ഒരു പരിക്കാവാം. ദാറ്റ് നീഡ് എന്താണ്? ദാറ്റ് നീഡ് ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. അതായത് പോലീസിന്റെ അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന കേസുകളാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി അല്ലെ. ആ ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു പരിക്ക് ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ ആരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ആവശ്യമായിട്ടുള്ള അസുഖങ്ങള് അല്ലെങ്കിൽ പരിക്കുകള് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാൻ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമുള്ള മെഡിക്കൽ കേസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇത്രയും വലിയൊരു സെന്റൻസിൽ അവർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ്, ഒരു പരിക്കാവാം അല്ലെങ്കിൽ അസുഖമാവാം. the attending doctor after taking the history of illness and clinical investigation, അപ്പൊ ഡോക്ടർ അവരെ അത്തരം സിറ്റുവേഷനിൽ മെഡിക്കോ ലീഗൽ കേസുകളാണെങ്കിൽ
ഡോക്ടർമാരത് പരിശോധിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നാണ് അവർ ആ സിറ്റുവേഷൻ എങ്ങനെ കാണുന്നത്, ആ ഒരു പരിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൽനെസ് ഉണ്ടായത് എന്തെങ്കിലും ഒരു ക്രൈമിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ടാണ് അവരത് കാണുന്നത് അല്ലെ. ഡോക്ടേഴ്സ് അത് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് അതിന്റെ കാരണം ഒരു ക്രൈമിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എന്തെങ്കിലും ഒരു നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പരിക്കിനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, അവർ പോലീസിനെ ഇൻഫോം ചെയ്യും അല്ലെ. പോലീസ് അല്ലെങ്കിൽ കോടതിയുടെ കൺവേഷൻ അവിടെ ആവശ്യമായിട്ട് വരും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. കാരണം എന്താണെന്നും അതിനാരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ലോ എൻഫോഴ്സിംഗ് ഏജൻസിയുടെ സഹായം നമ്മൾ ഉപയോഗിക്കും. Okay, വായിക്കാം നമുക്ക്. It is a case of injury or illness where the attending doctor, after taking the history of illness and clinical investigation, അല്ലെ, അതിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ considers that investigation by the law enforcing agencies, നമ്മുടെ നിയമനിർവഹണ ഏജൻസികൾ ആരൊക്കെയാ, പോലീസും കോടതി അല്ലെ, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ട് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? are warranted to find out the circumstances and fix the responsibility regarding the same, അല്ലെ. ആ ഒരു സാഹചര്യത്തിന്റെ കാരണം എന്താണ്, അതിന്റെ കോസ് എന്താണെന്നും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാണ് അതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ള അത്തരം കേസുകളെയാണ് നമ്മൾ MLC എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ കയറുന്ന സമയത്ത് MLC കേസ് അല്ലെങ്കിൽ അവര് മെഡിക്കോ ലീഗൽ കേസ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവരത് എന്തായിട്ടാ രജിസ്റ്റർ ചെയ്തത്, MLC ആയിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത്. വണ്ടി തട്ടിയതാണല്ലോ. അപ്പൊ അതൊരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പോലീസിൽ നിന്ന് കോള് വന്നിരുന്നു. പ്രാദേശിക ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഇങ്ങനെ വണ്ടി തട്ടിയില്ലോ, ഇവിടെ വെച്ചാണ് സംഭവിച്ചത്, എന്താണ് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അവര് വിളിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു മെഡിക്കോ ലീഗൽ കേസ് തന്നെ. ഡോക്ടർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും അസ്വാഭാവികത ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരത് നമ്മളെ പോലും അറിയിക്കില്ല. ചിലപ്പോൾ അവർ ഉടനെ തന്നെ അത് പോലീസിനെ ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ മെഡിക്കോ ലീഗൽ കേസുകളായിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേ, എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതൊക്കെയാ നോക്കിയേ. ഒന്നാമത്തത് ഇതൊക്കെ എളുപ്പം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. RTA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റോഡ് ട്രാഫിക്. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. വെരി ഗുഡ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അതുപോലെ തന്നെ റെയിൽ ആക്സിഡന്റ്സ്, ഫാക്ടറി ആക്സിഡന്റ്സ് ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്സ് അല്ലെ. ഒട്ടുമിക്കവാറും എല്ലാ ആക്സിഡന്റ് കേസുകളും ഏതിലാണ് വരുന്നത്? MLC കേസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ് ആൻഡ് സൂയിസൈഡ്സ് അല്ലെ. സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള്. ചിലവരൊക്കെ എന്താണ്, ആരെങ്കിലും പ്രേരണ മൂലമൊക്കെ സൂയിസൈഡ് ചെയ്യുന്നതാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്. പിന്നെ എന്തൊക്കെയാണ്? സസ്പെക്റ്റഡ് ഓർ എവിഡന്റ് പോയ്സണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ അല്ലെ. അതായത് ഈ പറയുന്ന പോയ്സണിങ് അല്ലെ, വിഷബാധ ഏൽക്കുക അങ്ങനെയൊക്കെയുള്ള പോലെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ അല്ലെ. അപ്പൊ മദ്യത്തിലൊക്കെ നമ്മള് വിഷം കലർത്തി കൊടുക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഓക്കെ, പിന്നെന്താണ്? ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, ഇലക്ട്രോഷൻ. ഓക്കെ, എന്തൊക്കെയാണ്? ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാവുന്ന പൊള്ളലുകള്, അതുപോലെ തന്നെ ഇലക്ട്രോഷൻ, വൈദ്യുതാഘാതം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ഇത്തരം കേസുകള് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വാഭാവികത ഫീൽ ചെയ്താൽ അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇലക്ട്രോഷൻ, വൈദ്യുതാഘാതങ്ങള്, അതുപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് കേസസ് അല്ലെ, ശാരീരിക ആക്രമണങ്ങള്, അനിമൽ അറ്റാക്ക് അല്ലെ, അതുപോലെ സ്നേക് ബൈറ്റ്. ഇത് രണ്ടും നമ്മുടെ നാട്ടിലൊക്കെ നടന്ന കാര്യമാണ് അല്ലെ. അനിമൽ അറ്റാക്ക് നിങ്ങള് മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ആക്ഷൻ ഹീറോ ബീച്ച് സിനിമ കണ്ടിട്ടില്ലേ, നിവിൻ പോളിയുടെ? അതിനകത്ത് കൃത്യമായിട്ട് അല്ലെ, തുടക്ക ഭാഗത്ത് തന്നെയുണ്ട് അല്ലെ, ഒരു കുട്ടീനെ പട്ടീനെ വിട്ട് കടിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് നിവിൻ പോളി പറയുന്നുണ്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് ആ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ വായിപ്പിക്കുന്ന ഒരു ഇത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ അനിമൽ അറ്റാക്ക്, അതുപോലെ തന്നെ സ്നേക് ബൈറ്റ് അല്ലെ, നമ്മുടെ എന്താണ് ഉത്രാകൊലക്കേസ് എടുത്താൽ മതി. ഉത്രാകൊലക്കേസ് ഉണ്ടായിരുന്നില്ലേ, പാമ്പിനെ വെച്ച് ഭാര്യനെ കൊന്നത് സ്ത്രീധനത്തിന്റെ പേരില്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് ആരും നോക്കുമെന്നല്ല, സ്വാഭാവികമായിട്ടേ തോന്നുള്ളൂ. പാമ്പുകടിയേറ്റ ആളെ മരിച്ചെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ പിന്നിലെ സത്യം മനസ്സിലായത് അല്ലെ. ഓക്കെ, അപ്പൊ സ്നേക് ബൈറ്റ് അങ്ങനെയുള്ള കേസുകള്. പിന്നെന്താണ്?
മാസ് ഫുഡ് പോയ്സണിങ് അല്ലെ, മാസ് ഫുഡ് പോയ്സണിങ് അതായത് ഭക്ഷ്യവിഷബാധകളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ കേസസ് ഓഫ് സെക്ഷുവൽ അറ്റാക്ക് അല്ലെ, സെക്ഷുവൽ അസാൾട്ടുകള്, പിന്നെ ഈ പറയുന്ന പോലെ സസ്പെക്ടഡ് ഓർ ഒബിയസ് ക്രിമിനൽ അബോർഷൻ. ഓക്കെ, സസ്പെക്ടഡ് ഓർ ഒബിയസ് ക്രിമിനൽ അബോർഷൻ. ശരിക്കും അബോർഷൻ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അല്ലെ, ഗർഭഛിദ്രം നടത്താന്നുള്ളത് നിയമവിരുദ്ധമാണ്. അപ്പൊ ക്രിമിനൽ അബോർഷൻ കേസുകളൊക്കെ വരുന്നുണ്ട് ഇതില്. അതുപോലെ തന്നെ ഇഞ്ചുറി കേസസ് വരുന്ന ഫാൾസ് ക്ലെയിം സസ്പെക്ട് അല്ലെ, ഈ പറയുന്ന പരിക്കുകൾ ഇഞ്ചുറി കേസുകളൊക്കെ എന്തെങ്കിലും ഫ്രോഡായിട്ട് എന്തെങ്കിലും സംശയിക്കപ്പെടുന്ന ഇഞ്ചുറി കേസുകള്. അതുപോലെ ഇഞ്ചുറി കേസസ് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ മരണം സംഭവിച്ചേക്കാവുന്ന എന്താണ് ഇഞ്ചുറി കേസുകൾ ഉണ്ടാവും. ഉടനെ മരണപ്പെട്ടുണ്ടാവില്ല, പക്ഷെ വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റ് അടുത്ത് തന്നെ മരണം സംഭവിക്കാവുന്ന ഇഞ്ചുറി കേസുകള്. പിന്നെന്താണ് അൺകോൺഷ്യസ് കേസസ് വേർ ദ റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ. ഓക്കെ, അൺകോൺഷ്യസ് കേസസ് അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടായിരിക്കില്ല, അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെ അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകളൊക്കെ MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രോട്ട് ഡെത്ത് കേസസ് വന്ന ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്ടഡ് ട്ടോ, അതായത് ഒരു ക്രിമിനൽ ഒഫൻസ് കുറ്റകൃത്യത്തിൽ സസ്പെക്ട് ചെയ്യുന്ന മരണ കേസുകൾ, ഡെത്ത് കേസ്, കൊലപാതകങ്ങളൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്. ഓക്കെ, കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, കോടതിയിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ, കോടതിയിൽ നിന്ന് വിടുന്നെങ്കിൽ തുടരന്വേഷണത്തിനൊക്കെ ആയിട്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ ഈ പറഞ്ഞതൊക്കെ? ഇതെല്ലാം തന്നെ എന്താണ് മെഡിക്കോ ലീഗൽ കേസിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ നമ്മൾ. ഓക്കെ ആണോ? അപ്പൊ നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതില് മെഡിക്കോ ലീഗൽ കേസുകളില് ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അറിയാലോ. ഒട്ടുമിക്ക ആക്സിഡന്റുകളെല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ എടുക്കുകയാണെങ്കിൽ നോർമൽ ഡെത്തിൽ മരിക്കുന്ന കേസുകൾ കുറവാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. അസുഖം വന്ന് അല്ലെങ്കിൽ വയസ്സായി മരിക്കുന്ന കേസുകളൊക്കെ അധികം കുറവാണ്. കൂടുതൽ എന്ത് തന്നെയാണ് മെഡിക്കോ ലീഗൽ കേസുകളായിട്ടാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ മരണപ്പെടുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? 13th പോയിന്റ് അല്ലെ. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രോട്ട് ഡെത്ത് കേസസ് വേർ ദ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്ടഡ്, അതായത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളൊക്കെ സംശയിക്കപ്പെടുന്ന കേസുകളിലെ ഡെത്ത് കേസസ്, അതായത് കൊലപാതകങ്ങളൊക്കെ, കൊട്ടേഷൻ ഒക്കെ കൊടുത്ത ആൾക്കാരെ കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകളിലെ ക്രിമിനൽ ഒഫൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന മരണ കേസുകൾ കേട്ടോ, കൊലപാതക കേസുകള്, മരണ കേസുകളൊക്കെ എന്താണ് MLC കേട്ടോ, മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ ആണോ? സ്ലൈഡ്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ലോകളാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങള് എത്തിക്കൽ ആസ്പെക്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ലീഗൽ ആസ്പെക്ടുകൾ എന്താണെന്ന് ക്ലിയർ ചെയ്തു. ഇനി ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കുന്നതിന്റെ നെസസിറ്റിയിലെ ആവശ്യകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് മെഡിക്കോ ലീഗൽ കേസ്, അതിനുള്ള എക്സാമ്പിളുകൾ കണ്ടുവരും. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ലോകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ആ ലോകള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമുക്ക് അതിനകത്ത് സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ. അതിന്റെ വർഷം അടക്കം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. വർഷം പഠിക്കുന്ന കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നത് കാര്യം കൂടുതൽ ലോകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് കേട്ടോ. അതിന് ഇത്രയും ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ലോകൾ എന്തായാലും പഠിക്കണം. കാര്യം ഏത് വർഷമാണ് ഓരോ ലോ തന്നിട്ട് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് നിലവിൽ വന്നത്, ആ രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ വരും. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലോയിനെ പറ്റിയുള്ള ചെറിയൊരു എന്താ പറയാ ഒരു ഇത് തന്നേക്കാണ്. നമുക്ക് ജനറൽ ആക്ടുകൾ പഠിക്കാനുണ്ട് കേട്ടോ, പൊതുവായിട്ടുള്ള നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മുടെ എന്താ പറയാ മെഡിസിനുമായിട്ട്, അതായത് ഹോസ്പിറ്റലുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട്. മിസ്സലേനിയസ് ആക്ടുകൾ കേട്ടോ, ഇതിൽ പെടാത്ത മറ്റു പല ആക്ടുകളും. പിന്നെ ഈ പറയുന്ന ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ലോയിലേക്ക് ഒന്ന് പതുക്കെ കടക്കാം കേട്ടോ. ഓക്കെ, ഇത് എളുപ്പമാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് ചെറിയൊരു കണക്ട് ഒക്കെ ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കുറച്ച് ലോകളാണ്, നിയമങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിന് മാത്രം എന്നല്ല പറഞ്ഞത്,
പറയുന്നത് ഹോസ്പിറ്റലിനും കൂടി അപ്ലൈ ചെയ്യാവുന്ന കുറച്ച് നിയമങ്ങൾ. എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ബാധകമാണ്, അതിനൊക്കെ എന്തും പെടും, ഹോസ്പിറ്റലും കൂടെ പെടും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആക്ടുകളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആക്ട് നോക്കിക്കേ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കേട്ടോ. ഫസ്റ്റ് ആക്ട് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, 1947 വ്യാവസായിക തർക്ക നിയമം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ പേരും വർഷം അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ പഠിക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 അങ്ങനെ തന്നെ ഇത് പഠിക്കാം. ആ രീതിയിൽ ഒരു ഫ്ലോയിൽ അങ്ങനെ പഠിച്ചു പോകാം. അപ്പൊ എന്താണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. അപ്പൊ 1947 വ്യാവസായിക തർക്ക നിയമം അല്ലെ. എന്താണ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ? എന്താ ഡിസ്പ്യൂട്ട്? തർക്കമാണ് കേട്ടോ, തർക്ക നിയമമാണ്. എന്തൊക്കെയാണ് ആ ഒരു ആക്ടില്? വളരെ കുറച്ച് പോയിന്റുകൾ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. അതായത് ഇൻഡസ്ട്രി, വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഹോസ്പിറ്റൽസ് വരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ടേം ഇല്ല, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ടേമിന് അടിയിലാണ് വരുന്നത്? ഇൻഡസ്ട്രി അല്ലെ, വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽസ് വരുന്നത്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് കുറെ എണ്ണം വെച്ചിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. അതായത് ജീവനക്കാരുടെ എണ്ണം 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ ഈ ഒരു ആക്ട് അവിടെ ബാധകമാണ്, ഈ ഒരു ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. പറഞ്ഞ മനസ്സിലായോ? ജീവനക്കാരുടെ എണ്ണം 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അവിടെ എന്താണ് അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഓക്കെ, ആ രണ്ട് പോയിന്റിന് ക്ലിയർ ചെയ്ത് വെക്കാം. എന്താ നമ്മൾ പറഞ്ഞത്? ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. ജീവനക്കാരുടെ എണ്ണം 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ ബാധകമാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഏതൊരു നിയമം കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലെ. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ആക്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? അതിന്റെ ഒരു ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാല് നോക്കാട്ടെ, അത് ഇമ്പോർട്ടന്റ് ആണ്. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. എന്താണ് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി? അതായത് വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക അല്ലെ. വ്യാവസായിക സമാധാനവും അതുപോലെ തന്നെ സുരക്ഷയും എന്താണ് ഉറപ്പാക്കുക. സമാധാനവും അതുപോലെ തന്നെ ഐക്യവും അല്ലെ. ഒരു നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവനക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്കിടയിൽ എന്തുണ്ടാകരുത്? ഇപ്പോഴും എന്തുണ്ടാകണം? ഒരു വ്യാവസായിക സമാധാനവും ഐക്യവും ഉറപ്പാക്കുക അല്ലെങ്കിൽ സുരക്ഷിതമാക്കുക. അതൊരു ലക്ഷ്യമാണ്. പിന്നെ എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് അല്ലെ. വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. പഠിച്ച ആക്ട് എന്താണ്? എളുപ്പമാണ് അല്ലെ. 1940. ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കമാണ്. എങ്ങനെ വെറുതെ എങ്ങനെ ആലോചിക്കുക? തർക്കം നടക്കണമെങ്കിൽ കുറച്ചധികം ആൾക്കാർ വേണമെന്ന് വിചാരിക്കുക. കുറെ ആൾക്കാർ കൂടുമ്പോഴാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരു 50 പേരാന്ന് വിചാരിക്കുക. 50 അത്യാവശ്യം തർക്കമില്ലാത്തൊരു സംഖ്യയാണല്ലോ. അപ്പൊ അവിടെ ജീവനക്കാരുടെ എണ്ണം 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. ഇൻഡസ്ട്രിയിലെ വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. അതോടൊപ്പം തന്നെ വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അടുത്തത് കേട്ടോ, രണ്ടാമത്തെ ആക്ട് നോക്കിക്കേ, മിനിമം വേജസ് ആക്ട് 1948 കേട്ടോ. മിനിമം വേജസ് ആക്ട് 1948, 1948 മിനിമം വേതന നിയമം കേട്ടോ. മിനിമം വേതന നിയമം അതിൽ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. മിനിമം വേജസ് ഫിക്സ്ഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം, നേരെ ഒന്നും ഇല്ലാണ്ട് അത് കയറി വന്നേക്കുന്നതാണ്. അടുത്ത ലോയാണ് അത് കയറി വന്നേക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മിനിമം വേജസ് ഫിക്സ്ഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. അത്രയേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. അതായത് നമ്മൾ വിവിധ ഗ്രൂപ്പ് തൊഴിലാളികൾ ഉണ്ടല്ലോ, അവർക്കായിട്ട് വരുന്ന ഒരു മിനിമം വേതനം, അതായത് ഇത്ര വേതനമെങ്കിലും മിനിമം അവർക്ക് കൊടുത്തിരിക്കണം
എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. പേരിൽ തന്നെ നമുക്ക് കിട്ടും. മിനിമം വേജസ് ആക്ട് ആണ് അല്ലെ. അതായത് വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. അത്രയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. മിനിമം വേജസ് ആക്ട് 1948. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് മൂന്നാമത്തെ ആക്ട് ആണ് കേട്ടോ. അവിടെ കയറി വന്നേക്കുന്നതാണ്. മൂന്നാമത്തെ ആക്ട് ഇതാണ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. അത് മൂന്നാമത്തെ ആക്ട് ആണ് കേട്ടോ. അതിവിടെ കയറി വന്നേക്കുന്നതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 കേട്ടോ. 1952 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF ആക്ട്. നിങ്ങൾ PF എന്ന് കേട്ടിട്ടില്ലേ? PF എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്താ പറയാ, റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതി എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സുരക്ഷാ സേവിങ് സ്കീമാണ് കേട്ടോ. അത് സുരക്ഷാ സേവിങ് സ്കീമാണ്. പ്രത്യേകിച്ച് എന്താണ്, ലക്ഷങ്ങള് ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ സേവിങ് സ്കീമാണ്. അത് പ്രത്യേകം മനസ്സിലുണ്ടാവാം. അല്ലാണ്ട് ഒരിക്കലും ലക്ഷങ്ങളും കോടികളും ഒക്കെ സാലറി വാങ്ങുന്ന ആളുകളെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കായിട്ടുള്ള ഒരു സുരക്ഷാ സേവിങ് സ്കീമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതി എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഫണ്ട് പോകുന്നത് ഗവൺമെന്റിലോട്ടാണ്. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് PF പിൻവലിച്ച് അതിൽ പൈസ ഒക്കെ എടുത്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടത്താം. അപ്പൊ അറിയാലോ നിങ്ങൾക്ക് PF എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ച് പറയാൻ ഞാനത് ശ്രദ്ധിക്കുക കേട്ടോ. എംപ്ലോയർ ഈസ്, ഈ പറയുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിന്റെ പ്രത്യേകതകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, employer is needed to retrieve from its employees at the stipulated rates, donate an equal amount as employees share and credit the fund regularly with the government. എന്താണ് അവിടെ പറയുന്നത്? ആദ്യം തന്നെ നിങ്ങൾ രണ്ട് വാക്കുകൾ കൃത്യമായിട്ട് അറിഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയാണ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. എംപ്ലോയർ, EMPLOYER, എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലുടമകളാണ് കേട്ടോ. തൊഴിലുടമകളാണ്, തൊഴിൽ ദാതാക്കൾ കേട്ടോ, മുതലാളിമാർ. അവരാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്ന് പറഞ്ഞാല് തൊഴിലാളികളാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് കേട്ടോ. തൊഴിലാളികൾ, ജീവനക്കാരാണ്. അപ്പൊ നമ്മൾ ചിലപ്പോ പറയുന്നത് എംപ്ലോയർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. മിസ്സെന്റിനെ ഇങ്ങനെ പറയുന്നത് വിചാരിക്കേണ്ട, ആർക്കെങ്കിലും തെറ്റിപ്പോകരുതെന്ന് വെച്ച് പറയുന്നതാണ് കേട്ടോ. എംപ്ലോയർ എന്ന് വെച്ചാൽ തൊഴിലുടമകളാണ്, എംപ്ലോയി എന്ന് പറഞ്ഞ് തൊഴിലാളികളാണ് കേട്ടോ, ജീവനക്കാരാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫണ്ട്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്. സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നിരക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിശ്ചിത നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറയുന്ന തൊഴിലുടമകള്, ഓക്കെ, എംപ്ലോയർ ആണ് കേട്ടോ. തൊഴിലുടമകള് തൊഴിലാളികളിൽ നിന്ന്, അവരുടെ ജീവനക്കാരിൽ നിന്ന് ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റില്, സ്റ്റിപ്പുലേറ്റഡ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത നിരക്കാണ്. ഒരു നിശ്ചിത നിരക്കില് അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം റിട്രീവ് ചെയ്യുമ്പോ, വീണ്ടെടുക്കുമ്പോ, പറഞ്ഞുതരാട്ടോ, ശ്രദ്ധിക്കാൻ നിങ്ങള്. വീണ്ടെടുക്കുമ്പോ ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയി ഷെയർ. എംപ്ലോയറും തൊഴിലുടമകളും എന്താണ്, അതേ തുക തന്നെ, അതായത് ഈക്വൽ എമൗണ്ട് തന്നെ എവിടേക്ക് ഷെയർ ചെയ്യാണ്? പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് ഷെയർ ചെയ്യാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നും കൂടെ പറയാൻ, ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് തൊഴിലാളികൾ ഉണ്ടല്ലോ, ജീവനക്കാരെ, അവരവരുടെ ശമ്പളത്തിന്റെ ഒരു പ്രത്യേക ഒരു എമൗണ്ട്, അതാണ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് പറയുന്നത്. സാധാരണ 12% പൊതുവെ പറയുന്നത് കേട്ടോ. അവരുടെ വേതനത്തിന്റെ 12% സാധാരണ പറയാറുള്ളത്. അപ്പോ ജീവനക്കാര് അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം PF-ലേക്ക് എന്താണ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ, PF-ലേക്ക് വീണ്ടെടുക്കുമ്പോൾ, റിട്രീവ് ചെയ്യുമ്പോൾ അതേ സെയിം തുക തന്നെ തൊഴിലുടമകളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് തൊഴിലാളികളും തൊഴിലുടമകളും രണ്ടു കൂട്ടരും ഒരുപോലെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് PF-ലോട്ട്, തൊഴിലുടമകളും എന്ത് ചെയ്യുന്നുണ്ട്? PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ തൊഴിലാളികള് അവരുടെ ശമ്പളത്തിന്റെ അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഷുഡ് കോൺട്രിബ്യൂട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഈക്വൽ പെർസെന്റേജ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ജീവനക്കാരൻ ഒരു 1000 രൂപ വേതനം ഉണ്ടെന്ന് വിചാരിക്കുക, 1000 രൂപയാണെന്ന് വിചാരിക്കുക.
1000 രൂപയുടെ ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞല്ല, ഒരു നിശ്ചിത നിരക്ക്. അതൊക്കെ ഒരു സാധാരണ 12%. 1000 രൂപയുടെ 12% എന്ന് പറയുന്നത് 120 രൂപയാണ് വരിക. ആ ഒരു 120 രൂപ തൊഴിലാളികൾ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ 120 രൂപ തന്നെ തൊഴിലുടമകളും തൊഴിലാളിക്ക് വേണ്ടി എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സംഭവം മനസ്സിലായല്ലേ? രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫണ്ട് എവിടേക്കാ പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്. എംപ്ലോയീസിൽ നിന്നും ഒരു നിശ്ചിത നിരക്കില് എന്താണ് ആ ഒരു ശമ്പളത്തിന്റെ ഒരു ഭാഗം റിട്രീവ് ചെയ്യുമ്പോൾ, വീണ്ടെടുക്കുമ്പോൾ ഡൊണേറ്റ് ആൻഡ് ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ അല്ലെ, തൊഴിലുടമകള് അതിന് തുല്യമായിട്ടുള്ള തുക ഷെയർ ഡൊണേറ്റ് ചെയ്യാണ് അല്ലെ. ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. കറക്റ്റ് ആയിട്ട് എവിടേക്കാണ് ഫണ്ട് ചെയ്യുന്നത്? ഗവൺമെന്റിലോട്ടാണ്. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് പി എഫ് പിൻവലിച്ചിട്ട് സാധാരണക്കാർക്ക് അത് ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാർക്കായിട്ടുള്ള ഒരു സുരക്ഷാ സേവിംഗ് സ്കീം കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 20. എന്താണ് പറയുന്നത്? It can be applied when the number of employees greater than 20. ജീവനക്കാരുടെ എണ്ണം 20ഓ 20ൽ കൂടുതലോ, അത് ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ് കേട്ടോ. 20ൽ കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാല് 20ഓ 20ൽ കൂടുതലോ ജീവനക്കാരുള്ള ഏതൊരു സ്ഥാപനത്തിലും എന്ത് ആക്ട് ഉണ്ടായിരിക്കണം? പി എഫ് ആക്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അന്ന് മനസ്സിലാക്കി അങ്ങോട്ടും മാറിപ്പോർത്തിട്ടാണ്. ഡിസ്പ്യൂട്ട് ആക്ട് നമ്മൾ പറഞ്ഞത് 50ഓ 50ൽ കൂടുതലോ ജീവനക്കാരാണ് കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നമ്മൾ എത്രയെണ്ണം പറഞ്ഞു? 20ആണ് പറഞ്ഞത് കേട്ടോ. 20ഓ 20ൽ കൂടുതലോ ആണെങ്കിൽ ഈ ഒരു ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? നോൺ കംപ്ലൈൻസ് ഈസ് പണിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ് അല്ലെ. ഈ പറയുന്ന നോൺ കംപ്ലൈൻസ്, കംപ്ലൈൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? പാലിക്കാന്നാണ് കേട്ടോ. കംപ്ലൈൻസ്, കംപ്ലൈന്റ് ആയിട്ട് കൂട്ടിക്കുഴക്കരുത്. അത് കംപ്ലൈന്റ്, അത് പരാതി കേട്ടോ. കംപ്ലൈൻസ് എന്ന് കേട്ട് പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാലിക്കുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നോൺ കംപ്ലൈൻസ് ഇസ് പണിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമായേക്കാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഈ പറയുന്ന ജീവനക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതേ സെയിം എമൗണ്ട് തന്നെ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. തൊഴിലുടമ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നോൺ കംപ്ലൈൻസ് ആണ് അല്ലെ, ആ ഒരു ആക്ട് അവർ വയലേറ്റ് ചെയ്യാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ലീഗൽ കേസ് ആയിട്ട് മുന്നോട്ട് പോകാം. അതാണ് പറയുന്നത് കേട്ടോ. നോൺ കംപ്ലൈൻസ് ഈസ് പണിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. പാലിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യത്തിന് ഇത്രയും മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാണ്. ഇന്ന് നമ്മൾ ലീഗൽ ആസ്പെക്ടുകളാണ് പഠിച്ചത്. ലോ എന്താണെന്ന് 3 ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു. 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ആക്ഷൻ അല്ലെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം സെറ്റ് ഓഫ് റൂൾസിനെയാണ് ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഭരണകൂടം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. വേറെ ഡെഫിനിഷൻ. മൂന്നാമത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളുടെ ഒരു കൂട്ടം തത്വങ്ങളാണ് ലോ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മുടെ നീതി നിർവഹണ ഏജന്റുമാർ ആരൊക്കെയാണ്? പോലീസും കോടതിയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനാ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഒരു മാനേജ്മെന്റ് പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രവർത്തിക്കാനായിട്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കാരണം പറഞ്ഞു, ഇത് അറിഞ്ഞിരിക്കുന്നതിന്റെ ആവശ്യകത പറഞ്ഞു. അത് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പിന്നെ സിവിൽ ക്രിമിനൽ പ്രൊസീഡിങ്സിന്റെ എണ്ണം കുറയ്ക്കാനും ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ലോയേഴ്സ് അല്ലെ, ഈ പറയുന്ന ലോയേഴ്സിന്റെ എണ്ണമൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാനും ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഹോസ്പിറ്റലിന്റെയും മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽമാരുടെയും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എത്തിക്കൽ ലീഗൽ ആസ്പെക്ടിൽ അറിഞ്ഞിരിക്കണം. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ് ദാറ്റ് റിക്വയർഡ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെ, അതിന്റെ കാരണം ഉത്തരവാദിത്തം കണ്ടുപിടിക്കാനായിട്ട് പോലീസ് അന്വേഷണം ആവശ്യമായിട്ടുള്ള അസുഖങ്ങൾ, പരിക്കുകൾ അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. പ്രധാനമായിട്ട് 3 ആക്ടുകൾ നമ്മൾ കണ്ടു. ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ. എംപ്ലോയീസിന്റെ എണ്ണം 50 കൂടുതലാണെങ്കിൽ ആക്ട് അവിടെ ബാധകമാണ്.
വ്യാവസായിക സമാധാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, വ്യാവസായിക തർക്കങ്ങൾ പരിഹരിക്കുകയൊക്കെയാണ് എന്റെ ലക്ഷ്യം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു മിനിമം വേജസ് ആക്ട് 1948 വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം, അവർക്ക് ഇത്ര മിനിമം വേതനമെങ്കിൽ കൊടുത്തിരിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. PF ആക്ട് 1950. കാര്യം മനസ്സിലായത് എന്താണെന്നുള്ളത്, 20 20 കൂടുതലോ ഉള്ളവരിൽ നമുക്ക് ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. ആക്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്ക് വരെ കാണും. ഓക്കെ, പഠിക്കണോ കേട്ടോ. അടുത്ത ദിവസം ഇത് നമുക്കൊന്ന് പറയാം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ശരി. എന്തെങ്കിലും അപ്പൊ നമുക്ക് ക്ലിയർ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.